ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് വിഷമിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചുണ്ടിൻ്റെ മേലെയുള്ള രോമം, അതേപോലെ മുഖത്തിൻ്റെ സൈഡിൽ ചിന്നിലൊക്കെ വരുന്ന രോമം വളരെ വൃത്തികേടായിട്ടാണ് നമ്മളെ മുഖത്ത് അധിക പേർക്ക് ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ള രോമങ്ങൾ നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാണ്ട് വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് തന്നെ ഇല്ലാണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഉള്ള രോമം കൊഴിഞ്ഞു പോകാനും ഇനി വീണ്ടും വരുന്ന സമയത്ത് അത് പഴയതുപോലെ വരാതിരിക്കാനും ഉള്ള ഒരു ഹോം റെമഡിയാണിത്. ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മുഖത്തെ ഈ ഒരു രോമ വളർച്ചയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കടലപ്പൊടിയാണ്. ഒരു 4 ടേബിൾ സ്പൂണോളം കടലപ്പൊടി എടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, ഇല്ലാന്നാണെങ്കിൽ പച്ച മഞ്ഞൾ അരച്ചതായാലും സാരമില്ല. ഇതിലേക്ക് ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഇളം ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ലൂസ് പേസ്റ്റ് പോലെ ആയി പോകാൻ പാടില്ല, കുറച്ചൊരു കട്ടിക്കാണ് നമുക്കിത് വേണ്ടത്. അതായത് നമ്മുടെ രോമത്തിലേക്ക് ഇത് പറ്റി നിൽക്കുന്ന രീതിക്ക് നമുക്കിത് കലക്കിയെടുക്കണം. സാധാരണ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫേസ് പാക്ക് പോലെ ചെയ്തെടുക്കാൻ പാടില്ല. അതിനേക്കാളും കുറച്ചും കൂടി കട്ടിയിൽ നമ്മളിത് കലക്കിയെടുക്കണം. നമ്മളിത് പറിച്ചെടുക്കുന്നത് പോലെ, അതായത് നമ്മളിങ്ങനെ ഇത് റിമൂവ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഉരച്ചിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. അത് ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കറക്റ്റാക്കി എടുക്കണം. അഥവാ കട്ടി കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ രോമമുള്ള ഭാഗത്ത് നമ്മൾ തേച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ രോമമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് ചുണ്ടിൻ്റെ മേലെയോ അതേപോലെ ചിന്നിലോ എവിടെയാണ് രോമം ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്തെല്ലാം, അതായത് രോമത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിങ്ങളിത് തേച്ച് കൊടുക്കുക. അങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നന്നായി അത് എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തതിന് ശേഷം അത് നന്നായി ഡ്രൈ ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതൊരു 20 മിനിറ്റെല്ലാം എടുക്കും. നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് 20 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മളിത് പൈപ്പ് വെള്ളത്തിൽ ഡയറക്റ്റ് ഇട്ടിട്ട് കഴുകാൻ പാടില്ല. എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്തെടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 20 മിനിറ്റിന് ശേഷം ഇത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുഖത്തൊക്കെ ആകുന്നേരം ഇതൊരു വലിഞ്ഞ് പിടിക്കുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കുക. കുറച്ച് ഉരച്ച് നമ്മളിതിങ്ങനെ റിമൂവ് ചെയ്തെടുക്കണം. ചെറിയൊരു വേദന ഉണ്ടാകും കേട്ടോ. നമ്മളെ രോമം വരുന്ന ആ ഒരു ചെറിയൊരു വേദന ഉണ്ടാവും. അപ്പോൾ ഈ ഒറ്റ യൂസിൽ തന്നെ അത് കംപ്ലീറ്റ് പറഞ്ഞിങ്ങ് വരുന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇത് ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യുന്നേരം ഇത് നമ്മുടെ രോമ വളർച്ച, അതേപോലെ ഉണ്ടായിരുന്ന രോമം കൊഴിഞ്ഞു പോകാനും അതേപോലെ പിന്നീട് വരുന്ന രോമം പിന്നെ കുറഞ്ഞിട്ട് മാത്രമേ വരൂ. ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മുഖത്ത് വരുന്ന അനാവശ്യ രോമങ്ങൾ ഒരുപാട് നമുക്ക് ഇല്ലാണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഞാനിവിടെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് അപ്പാട് പോയിട്ട് കഴുകി കളയാൻ പാടില്ല. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് തണുത്ത വെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഇതുപോലെ ആഴ്ചയിൽ നിങ്ങൾ 3 പ്രാവശ്യം ചെയ്താൽ മതി. ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യുമ്പം തന്നെ നല്ലൊരു വൃത്തി മുഖത്തിന് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്യാം. പക്ഷേ കൂടുതൽ നേരം വെച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്തെടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഹെയർ ഉള്ളിടത്ത് മാത്രം തേക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മുഖത്ത് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.